ഇന്ന് സാറ്റർഡേ ഫ്രീ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ വാക്കിങ്ങിനും കേതിനൊരു സൈക്കിൾ റൈഡിനും ഒക്കെ ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ ഒരു കോൾ വന്നു കേട്ടോ. ഇന്ന് എന്താണ് ഡിന്നറിന് സ്പെഷ്യലിന് ഇഡലി ദോശ വല്ലതും ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞു, എന്നും ഇഡലിയും ദോശയൊക്കെ അല്ലേ, ഇന്നൊന്ന് വെറൈറ്റി ആയാലോ, ഒന്ന് മാറ്റി പിടിച്ചാലോ, ഇന്നൊരു കോണ്ടിനെൻ്റൽ ഡിഷ് ആയാലോ ചോദിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി കേട്ടോ. പിന്നെ ആൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ 2 ലഡ്ഡു പൊട്ടി. പിന്നെ കിച്ചണിലോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ അതിനുവേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൾ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ബ്രെഡ് ക്രാംസ് വാങ്ങിച്ചിട്ടുണ്ട്, ലെറ്റസ് ഉണ്ട്, അതാണൊക്കെ അതാ ബണ്ണുണ്ട്. ഇത് ബർഗർ തന്നെ ഉണ്ടാക്കുന്ന ബണ്ണാണ് കേട്ടോ. പിന്നെ അതാ നമ്മുടെ അടിപൊളി മയനൈസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ അതാ ചീസ് ഉണ്ട്, ക്യൂബ് ചീസ് ഉണ്ട്. പിന്നെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും. ഇതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ അതാ ചിക്കൻ നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്തെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കാൻ കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ചിക്കൻ ബോൺലെസ് ആയിട്ട് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി. അതിലേക്ക് കുറച്ച് ഓണിയൻ പൗഡർ, കുറച്ച് ഗാർലിക് പൗഡർ, അതിനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒറിഗാനോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാറ്റി വെക്കുക. ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതായത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മുടെ മുട്ട നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മുട്ട നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ഐറ്റം മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെക്കുക. ഇത് വറുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പാറ്റിയായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ ബട്ടറൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നല്ല മയണൈസും അതൊക്കെ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ആരെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ വന്ന് ഓരോന്നെടുത്ത് കഴിക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. ഞാനൊരു സ്പെഷ്യലായിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ആരെയും ഞാൻ കിച്ചണിലേക്ക് അടുപ്പിക്കില്ല കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ ബ്രെഡ് ക്രാംസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കട്ട്ലറ്റ് പോലെ വറുത്തെടുത്ത പാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ബണ്ണിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു മയണൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് തേച്ച് കൊടുക്കുക. അതിലേക്ക് ലെറ്റസ് കട്ട് ചെയ്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ലെറ്റസ് കട്ട് ചെയ്ത് വേണമെങ്കിലൊക്കെ, അല്ലെങ്കിൽ അത് കണക്ക് തന്നെ വെക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടൊമാറ്റോ ആണ് കേട്ടോ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിന് മേളിലേക്ക് ആ ഒരു പാറ്റി വെച്ച് കൊടുക്കുക. പാറ്റിയിലേക്ക് 2 ചീസാണ് വെച്ചിരിക്കുന്നത്. ഇത് ഡബിൾ ചീസാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചീസ് മതി. അതും കൂടെ വെച്ച് ബർഗറിൻ്റെ ആ ഒരു ബണ്ണും കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ അടിപൊളി ബർഗർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ നമ്മുടെ ആ ഒരു പാറ്റിയുടെ മേളിലേക്ക് നമ്മൾ ഈ ഒരു ചീസ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ചീസ് നല്ല രീതിയിൽ മെൽറ്റായിട്ട് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. അത് എങ്ങനെയാണെന്ന് ഈ കടയിലൊക്കെ ഇരിക്കുമ്പോൾ നോക്കാറുണ്ട്. പക്ഷേ അത് ഓൾറെഡി നമ്മളിത് വെച്ചപ്പോഴും അതാണ് തന്നെ ആ ഒരു ചീസ് ഉരുകി താഴത്തോട്ട് വന്നിട്ടുണ്ട്. അതാണ് ആ ബർഗറിൻ്റെ ഒരു ഭംഗി. വീട്ടിലുണ്ടാക്കിയ ബർഗർ ആയതുകൊണ്ട് ഭംഗിക്ക് ഒട്ടും കുറവരില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നല്ല കിഡിലൻ ബർഗർ റെഡി.